നമ്മുടെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ കീബോർഡ് തന്നെയാണ്. നമ്മുടെ ഫോണിൽ ഏതൊരു കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കീബോർഡാണ്. എന്നാൽ ഈ കീബോർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുവാദമില്ലാതെ മറ്റൊരാളുടെ കയ്യിലെത്തുകയാണെങ്കിലോ അത് നമ്മുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കീബോർഡിലൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സെറ്റിങ്സ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതായത് നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം, ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. എല്ലാവരും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീബോർഡാണ് ഗൂഗിൾ കീബോർഡ്. ഗൂഗിൾ കീബോർഡിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കീബോർഡ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കീബോർഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു ഗിയർ ഐക്കണിൻ്റെ ചിഹ്നം കാണാനായിട്ട് സാധിക്കും. അതായത് സെറ്റിങ്സിൻ്റെ ചിഹ്നം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ കീബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ സെറ്റിങ്സുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാകും ഓൺ ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ ഈ കീബോർഡ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ ഡിഫോൾട്ടായിട്ട് ഓണായി കിടക്കുന്ന 3 സെറ്റിങ്സുകളാണിത്. ഏറ്റവും മുകളിലത്തുള്ളത് നോക്കുക, ഷെയർ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഓട്ടോമാറ്റിക്കലി സെൻഡ് കീബോർഡ് യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഗൂഗിൾ. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിളിന് അയച്ചു കൊടുക്കും, അതുപോലെ തന്നെ ഡെവലപ്പർമാർക്കും അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നിന്നും ശേഖരിച്ച് അവർ അതിനുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിലൂടെ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രൈവസി ഏറ്റവും കൂടുതലായിട്ട് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണത്. അത് നിങ്ങളൊന്ന് മസ്റ്റായി ഓഫ് ചെയ്ത് വെക്കുക. രണ്ടാമത്തേത് പേഴ്സണലൈസ്ഡ് ഫോർ യു, അതായത് നമ്മളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ താഴെയും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഫുള്ളായി വായിച്ച് നോക്കുക. ഞാനിത് പറയുന്നതെന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതായി മാറും. അപ്പോൾ ഇതും നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഗൂഗിളിലേക്ക് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ള ആളുകൾ അറിയാതിരിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് പ്രവർത്തിച്ച് കൊണ്ടിരിക്കാതിരിക്കാനൊക്കെ ഈ ഒരു സെറ്റിങ്സുകളെല്ലാം നിങ്ങൾ ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.